അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അദ്ദേഹം പറഞ്ഞെന്താ? അത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ആശങ്ക ഉണ്ടാക്കുന്ന, അവർക്ക് എന്താണ് പറയേണ്ടതെന്നറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞുകൂടാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ കോൺഗ്രസിൻ്റെ രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം അവിടെ ഒന്ന് പറയുകയാണ് 62 ലക്ഷം സാധാരണ മനുഷ്യർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 62 ലക്ഷം ആളുകൾ വെറും മണ്ടന്മാരാണോ? അവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാമോ? അവരെല്ലാം കൈക്കൂലി മേടിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയാണോ? അവരോട് കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹവും മാപ്പ് പറയേണ്ടതാണ്. ആ തെരഞ്ഞെടുപ്പിൽ കൈക്കൂലി കൊടുക്കുകയാണ്. അതെ, ക്ഷേമ പെൻഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 5 മാസത്തെ കുടിശ്ശിക വന്നിരുന്നു എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള സമയത്ത്, അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ സമയത്ത് 18 മാസം വരെ കുടിശ്ശിക വന്നതിൻ്റെ കാര്യം ചർച്ച ചെയ്തത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ആ ക്ഷേമ പെൻഷൻ മുഴുവൻ കൊടുത്ത് തീർക്കും എന്നുള്ളത് പറഞ്ഞ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരെ സഹായിക്കാൻ കൊടുക്കുന്നതാണ്. കേരളത്തിലാണ് ഏറ്റവും മാതൃകാപരമായി നടക്കുന്നത്. ആ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല കോൺഗ്രസ് എന്നല്ലേ? കോൺഗ്രസിനെന്നല്ലേ അർത്ഥം? നിങ്ങളെന്തിനാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്? ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട, നിങ്ങൾ ആകെ ജനങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കണം എന്ന് പറയുന്നതിന് തുല്യമല്ലേ? എന്ന് മാത്രമല്ല, പോയിന്റുകളും കാര്യങ്ങളും വെച്ച് പറയാൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം, UDF നേതൃത്വം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എടുക്കുന്നത്. ഏത് വികസന കാര്യമൊന്നും അവർക്ക് പറയാനില്ല. ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കൈക്കൂലി എന്ന കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്ത് വന്നു. വേണുഗോപാലിന്റെ പ്രസ്താവന ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്നും കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. പ്രസ്താവന കോൺഗ്രസിന്റെ ആശങ്ക വ്യക്തമാക്കുന്നതാണ് എന്നും പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളോട് KC വേണുഗോപാലും കോൺഗ്രസും മാപ്പ് പറയണം എന്നും ധനമന്ത്രി KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. KC വേണുഗോപാലിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തി. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാക്കിയ വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണ് എന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സാധാരണക്കാരുടെ ജീവിതത്തെ KC വേണുഗോപാൽ പരിഹസിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വേദികളിൽ സാധാരണക്കാരെ പരിഹസിക്കുന്നതും ഇകഴ്ത്തുന്നതും കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിക്കണം. പരാജയ ഭീതി കൊണ്ടാണ് 62 ലക്ഷം കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയെ വേണുഗോപാൽ പരിഹസിച്ചത് എന്നും മന്ത്രി വിമർശിച്ചു. അപ്പോൾ 3200 ക്ഷേമ പെൻഷൻ ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുന്നതോട് കൂടിയിട്ട് അടുത്ത പെൻഷനും വരാൻ പോവുകയാണ്. അപ്പോഴാണ് ഈ ഒരു വിവാദം വന്നിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ CPMഉം ധനമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും രംഗത്ത് വന്നിരിക്കുന്നത്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. പെൻഷൻ ഇലക്ഷനെ ബാധിക്കുമോ? ഇലക്ഷനിൽ ക്ഷേമ പെൻഷൻ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് പെൻഷൻ ഗുണഭോക്താക്കളായ നിങ്ങളൊന്ന് പ്രതികരിക്കുക. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില കൂടി ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 9080 രൂപയും ഗ്രാമിന് 160 രൂപ കൂടി 72,640 രൂപയിലും എത്തിയിട്ടുണ്ട്.